കേരള സർവകലാശാല ഭൂമി എ.കെ.ജി. സെന്റർ അനധികൃതമായി കൈവശപ്പെടുത്തിയത് റദ്ദാക്കണമെന്ന ഹർജിയിൽ രേഖകൾ ഹാജരാക്കാൻ എ.കെ.ജി. സെന്ററിനും സിപിഎം സെക്രട്ടറി എം.വി. ഗോവിന്ദനും ഹൈക്കോടതി നോട്ടീസ്. സർവകലാശാല വക ഭൂമി എ.കെ.ജി. സെന്റർ അനധികൃതമായി കൈവശപ്പെടുത്തിയത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ.എസ്. ശശികുമാർ നൽകിയ ഹർജിയിലാണ് എ.കെ.ജി. സെന്ററിന്റെ കൈവശമുള്ള ഭൂമി പതിച്ചു നൽകിയ രേഖകൾ ഹാജരാക്കാൻ ബന്ധപ്പെട്ടവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് ശ്യാംകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടത്. ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഫയൽ ചെയ്ത എതിർ സത്യവാങ്മൂലത്തിൽ ഭൂമി പതിച്ചു നൽകിയ രേഖകളില്ലെന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് സിപിഎം സെക്രട്ടറിയോട് രേഖകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. 1977 സർക്കാർ അനുവദിച്ച ഭൂമിക്ക് പുറമെ സർവകലാശാല ഗിഫ്റ്റായി എ.കെ.ജി. സെന്ററിന് 15 സെന്റ് ഭൂമി അനുവദിച്ചതായി ജില്ലാ കളക്ടറുടെ എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമി ഗിഫ്റ്റായി നൽകാൻ സർവകലാശാലയ്ക്ക് അധികാരമില്ല. അതുകൊണ്ട് ഭൂമി പതിച്ചു നൽകിയിട്ടില്ലെന്നും 55 സെന്റ് ഭൂമി നിലവിൽ എ.കെ.ജി. സെന്ററിന്റെ കൈവശമുള്ളത് കയ്യേറ്റമാണെന്നുമാണ് ഹർജിക്കാരന്റെ വാദം. കൂടാതെ എ.കെ.ജി. സെന്റർ എന്ന പഠന ഗവേഷണ സ്ഥാപനം സർവകലാശാല അംഗീകരിച്ച ഗവേഷണ സ്ഥാപനമല്ല. സർക്കാർ അനുമതി നൽകിയ ഗവേഷണ ആവശ്യങ്ങൾക്ക് പകരം ഭൂമി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. നാളിതുവരെ ഭൂമി എ.കെ.ജി. സെന്ററിന് പതിച്ചു നൽകുകയോ തണ്ടപ്പേര് പിടിക്കുകയോ കരം അടയ്ക്കുകയോ ചെയ്യാത്ത സർക്കാർ വക പുറമ്പോക്ക് ഭൂമിയാണെന്ന് റവന്യൂ വകുപ്പ് വിവരാവകാശ രേഖയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൂമി കയ്യേറ്റം നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. കേരള സർവകലാശാല ആക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ലംഘിച്ചതായും പൊതുസമ്പത്ത് സംരക്ഷണത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ബാധകമാണ്. ഭൂമി അനധികൃതമായി അവകാശപ്പെടുത്തിയിരിക്കുന്നവരെ സെന്ററിൽ നിന്നും ഒഴിപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാരിനെ കൂടാതെ കേരള സർവകലാശാല, തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നിവരെ കൂടി എതിർകക്ഷികളാക്കിയിട്ടുണ്ടെങ്കിലും എതിർകക്ഷികളായ എ.കെ.ജി. സെന്ററിനും സിപിഎം സെക്രട്ടറി എം.വി. ഗോവിന്ദനും നോട്ടീസ് അയക്കാനാണ് കോടതിയുടെ ഉത്തരവ്. മധ്യവേനൽ അവധിക്ക് ശേഷം ഹർജിയിൽ വിശദമായ വാദം കേൾക്കും. ഹർജിക്കാരന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം, അഡ്വക്കേറ്റ് നിഷ ജോർജ്, അഡ്വക്കേറ്റ് കാവ്യ വർമ്മ എന്നിവർ ഹാജരായി.